ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് നമ്മളവിടെ ഒരു മോതിര വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ ഈ പത്രമാധ്യമങ്ങളിലൂടെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത്. അപ്പം മോതിരം വിഷയമുണ്ടായി. അപ്പോൾ ആ മോതിരം ഇപ്പോൾ കാണാനില്ല ഏതായാലും. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം, നാളെ ഒരു ചർച്ച, അടുത്ത കൗൺസിലിൽ അതിനെക്കുറിച്ച് ചർച്ചയുണ്ടെന്നാണ് കേട്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചർച്ചയിൽ അതിനൊരു അന്വേഷണം വേണമെന്നായിരിക്കുമോ അങ്ങ് പറയുക? തീർച്ചയായിട്ടും ഇത് ഒരു ആ ഹരിതകർമ്മ സേനാംഗങ്ങൾ കാട്ടിയ ആ ഒരു സത്യസന്ധത അത് അംഗീകരിക്കപ്പെടേണ്ടത്, അഭിനന്ദിക്കേണ്ടതാണ്. പക്ഷേ അത് അവിടെ വന്നതിന് ശേഷം പിന്നീട് അത് കാണാതെ പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് അത് ഇത് മായാജാലം പോലെ എന്തോ സംഭവിച്ചു എന്നുള്ള നിലയ്ക്കാണ് നമുക്കിപ്പം തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അന്വേഷണം നടത്തേണ്ടതായിട്ടുള്ള ഒരു ഗൗരവമായ വിഷയമാണ്. ഇതിപ്പോൾ ആരും അറിയാതെ പോയ വിഷയമല്ല. ഇത്തരത്തിലുള്ള ഒരു സത്യസന്ധമായ ഒരു പ്രവൃത്തി അത് അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയത്തിൽ അതിന് ഉപോത്ബലകമായ ഈ മോതിരം കാണാതെ പോവുക എന്ന് പറയുന്നതും അത് ആരുടെ കൈകളിലാണ് എന്നുള്ള എത്രയോ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാറുണ്ടല്ലോ. ഈ വിഷയം പരിഹരിക്കാൻ അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും ഫോർമുല ഉണ്ടോ? ഫോർമുല എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോഴാണ് നമുക്കതിന് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്കതിൻ്റെ എവിടെയാണ് ഇതിൻ്റെ ആ എന്താ പറയുക റൂട്ട് മാപ്പ് എന്ന് പറയുന്ന പോലെ. അല്ലെ കേസ് വഴക്ക് അങ്ങനെ അല്ലാതെ ഇത് രമ്യമായി പരിഹരിക്കാൻ ഉള്ള എന്തെങ്കിലും നടപടികളെക്കുറിച്ച് മനസ്സിലൊരു വിചാരമുണ്ടോ? എന്തായാലും ഈ വിഷയം ചർച്ചയിൽ വരുമ്പോഴാണ് നമുക്കത് കൂടുതൽ ഇപ്പോൾ കേസുകളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പ്രശ്നങ്ങളിലേക്കോ എങ്ങനെ പോകണമെന്നുള്ളത് നമുക്ക് എന്തായാലും ഇത് ചർച്ചയിൽ നഗരസഭയിൽ കൗൺസിൽ ഇത് ചർച്ചയ്ക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനകത്ത് ആ ചർച്ചയിൽ വളരെ ഗൗരവമായിട്ട് തന്നെ പങ്കെടുക്കുന്നുണ്ടാവും.